മോർണിംഗ് ഗായ്സ്. ഇതാണ് ഇവിടെ പാലക്കാട് അക്രക്കാൻ്റെ അന്തരീക്ഷം. വേറെ ലെവല് അന്തരീക്ഷമാണ്. 2 വാക്ക് പറയാൻ ശുക്കൂർ പാലോട്ടിനെ ഞാൻ ക്ഷണിക്കുന്നു. ശുക്കൂർ പാലോട്ട് എന്താണ് പറയാനുള്ളത്? രാവിലത്തെ കട്ടൻ ചായയിലാണ് നിങ്ങളെ തുടക്കം. പറയൂ, എന്താ നിങ്ങൾക്ക് പിന്നെ അക്രക്കാൻ്റെ ഫാമിലിയെ പറ്റി പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഇവർക്കൊക്കെ ഈ നാട്ടിൽ ഇവർക്കൊക്കെ സ്നേഹിക്കാനേ അറിയൂ. ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു മനുഷ്യത്വം ഇതൊക്കെ ഒരു നാടകീയമായ കാര്യങ്ങളാണ്, സ്നേഹം ഇതൊക്കെ. പക്ഷെ നമ്മുടെ മനുഷ്യരല്ലേ ചില സമയം നമ്മളെ ഞെട്ടിച്ച് കളയും. നമ്മളുടെ മനുഷ്യത്വവും സ്നേഹവും സാഹോദര്യവും എന്താ പറയുക എല്ലാം ഉള്ള മനുഷ്യന്മാർ തന്നെയാണ് എന്നുള്ളത് ചില സമയം ഞെട്ടിച്ച് കളയും, നമ്മളെ ആശ്ചര്യപ്പെടുത്തിയ അങ്ങനെ ഒരു ആശ്ചര്യപ്പെടുത്തിയ ഒരു വീടാണ് അക്രക്കാൻ്റെ വീടും ഫാമിലിയും. റിയലി താങ്ക്ഫുൾ. എല്ലാവരും ഒരുപാട് നന്ദി. എന്താ പറയാ, ഇവർക്കൊക്കെ അള്ളാഹു ആയുസ്സും ആരോഗ്യം പറയട്ടെ എന്ന് ആശംസിക്കുക. ഇതാണ് അക്ബർ ഖാൻ്റെ നാടിൻ്റെ പ്രകൃതി. ഒരു വേറെ തന്നെ ഒരു നൊസ്റ്റാൾജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു വൈബ് നൊസ്റ്റാൾജിയാണ്. അതായത് നൊസ്റ്റാൾജി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ നൊസ്റ്റാൾജിയാണ്. ഇതാണ് അക്ബർ ഖാൻ്റെ നാട്, ഗ്രാമം. ഇതാണ് ഗ്രാമം അക്ബർ ഖാൻ്റെ. ഒരു വല്ലാത്തൊരു ഗ്രാമമാണ്, ഒരു നൊസ്റ്റാൾജി ഒരു ഗ്രാമമാണ്. വയലുണ്ട്. ഇപ്പോൾ അക്രക്കാൻ്റെ വീട്ടിലേക്ക് പുറത്തിറങ്ങിയിട്ടാണുള്ളത് ഗായ്സ്. ഒരു വൈബ് പിടിച്ച നാടാണ്. അതായത് കുറേ മരങ്ങൾ, കുറേ വയലുകൾ. അതായത് നമ്മൾ ഒരു നൊസ്റ്റാൾജി എന്ന് പറയില്ല, വേറെ തന്നെ നമ്മളൊരു പച്ച പന, അതായത് വയൽ. കുറേ നമ്മളെ നാട്ടിൽ ഒരുപാട് എന്താ പറയണ്ടേ കൃഷി സ്ഥലങ്ങൾ വെട്ടി നശിപ്പിച്ച് വീടുകൾ അവിടെ വെച്ച് ഗ്രാമത്തിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടുത്താൻ. പക്ഷേ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ടെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരെ നിങ്ങൾ കുറേ നായ്ക്കുട്ടികൾ ഇവിടെ അവരൊന്നും നമ്മളൊന്നും ചെയ്യൂല. ഹായ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. കണ്ടോ കുറേ നായ്ക്കുട്ടികൾ. അവർ നമ്മൾ ചെന്നാടിൻ്റെ പ്രകൃതി കണ്ടെങ്കിൽ വാ മാഷാ അല്ലാഹ് ഫാന്റാസ്റ്റിക്. ഇതാണ് നാട്. ഇതാണ് ഞാനൊക്കെ രാവിലെ ഒരു കട്ടൻ ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ ഈ നാട്ടിൻ്റെ പ്രകൃതിയും കണ്ട് ഈ ഒരു നൊസ്റ്റാൾജി നിങ്ങൾ പറയും. ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഏത് ലോകത്ത് പോലെ ഇട്ട് നമ്മളെ കേരളത്തിൻ്റെ ആ പച്ച എന്നാ പറയാ ആ ഒരു ഇത് കണ്ടോ, നമ്മളെ നെൽകൃഷികൾ. ഈ ഒരു ഭംഗി നമ്മളെ കേരളത്തിലല്ലാണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലല്ലാണ്ട് ഇവിടെ കിട്ടണം. പക്ഷേ നമ്മളെല്ലാ ജില്ലകളിലും ഇങ്ങനെയുണ്ട് ഭംഗി. പക്ഷേ ഓരോ ആൾക്കാർ ആ ജില്ലകൾ നശിപ്പിക്കുകയാണ്. എന്നാണ് കൃഷികൾ നശിപ്പിച്ചും വീടുകൾ വെച്ചിട്ടും. നോക്കി ഇതൊരു നമ്മളെ നാട്ടിൻ്റെ ഒരു എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് നമ്മൾ ഈ പ്രകൃതിയെല്ലാം കണ്ട് ഈ എന്ന് പറയണ്ട ഒരു രാവിലെ എണീച്ചിട്ട് ഒരു കട്ടൻ ചായയെല്ലാം കുടിച്ച് ഒരു സുപ്രഭാതെല്ലാം കണ്ട് ഒരു രാവിലെ ഒരു സുബിയെല്ലാം നിസ്കരിച്ച് നോക്കി ഈ പ്രകൃതി നോക്കി നിങ്ങൾ. വാവ് ഫാന്റാസ്റ്റിക്. അക്ബർക്ക് അമേസിങ്. നിങ്ങളെ നാട് വേറെ ലെവലാണ്. മാഷാ അല്ലാഹ്. താങ്ക് യു ഫോർ എന്നാ പറയണ്ടേ സപ്പോർട്ടിങ്. മാഷാ അല്ലാഹ്. വേറെ തന്നെ ഒരു നൊസ്റ്റാൾജി ഗായ്സ്. വേറെ തന്നെ ഒരു നൊസ്റ്റാൾജിയാണ്. വേറെ തന്നെ അതായത് നിങ്ങൾ കണ്ടോ അങ്ങ് മല, അതായത് ഒരു വില്ലേജാണിത്. പക്ഷെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എല്ലാവരും. എന്താ പറയണ, നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അവരെ ഒരു ഇതിപ്പോൾ പറയാൻ വാക്കുകളില്ല. അതാണ് അവർ. 2 വാക്ക് പറയാൻ സഫനെ ഞാൻ ശ്രമിക്കുന്നു. സഫ, എന്താ എനിക്ക് പറയാനുള്ളത്? പറയൂ, എന്താണ് ഈ നാട്ടിനെ പറ്റി പറയാനുള്ളത്? പറയൂ. അടിപൊളിയല്ലേ? വേറെ തന്നെ നൊസ്റ്റാൾജി അല്ലേ? അത് നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ വന്നിട്ടൊന്നും ഇങ്ങനെയെല്ലാം കാണുമ്പോൾ തന്നെ നമ്മളൊരു വേറെ അല്ലേ വൈബാണ് ഗായ്സ്. വൈബ് ഭയങ്കര വൈബ് ഗായ്സ്. ഒന്നും പറയണം, നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. അതായത് വൈബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ വൈബ്? മാഷാ അല്ലാഹ്. കിട്ടില്ലം വൈബ്. ഇതാണ് നമ്മളെ കേരളം. ഇതാണ് നമ്മളെ സംസ്കാരം. ഇതാകണം നമ്മളെന്ന് പറയണ്ടേ. അതായത് നാച്ചുറാലിറ്റി, നൊസ്റ്റാൾജി, വല്ലാത്ത നൊസ്റ്റാൾജി.